ഗുഡ് ഈവനിങ് അമേരിക്ക. ഗ്രീൻ കാർഡ് ഒന്ന് കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അമേരിക്കയിലേക്കുള്ള തിരിച്ചുവരവ് സുഗമവും സുരക്ഷിതവുമാണെന്ന് കരുതിയവർക്ക് തെറ്റി. ഗ്രീൻ കാർഡ് ഉണ്ടല്ലോ എന്ന് കരുതി അമേരിക്കയ്ക്ക് പുറത്തുപോയി കൂളായി വന്നവരെ ചോദ്യചരങ്ങൾ കൊണ്ട് മൂടുകയാണത്രേ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ. ഒന്ന് പുറത്തുപോയി വന്നപ്പോഴേക്ക് ഞങ്ങളെന്താ ക്രിമിനലുകളായോ എന്ന കൺഫ്യൂഷനിലായി പലരും. സാധാരണയിലേറെ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരുമെന്നൊന്നും അവർ കരുതിയിരുന്നില്ല. പണ്ടത്തെ പല പെറ്റി കേസുകളും കുത്തിപ്പൊക്കി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ചിലർ പറയുന്നു. കാനഡയിൽ പോയി തിരികെ എത്തിയ ക്രിസ്റ്റി ലാൻഡ്രിക്കുണ്ടായത് അത്തരമൊരു അനുഭവമാണ്. നിങ്ങൾക്ക് അമേരിക്കയോട് എന്ത് ബന്ധമാണുള്ളത്, എന്ത് പ്രതിബദ്ധതയാണുള്ളത്? നിങ്ങൾ എവിടെയൊക്കെ പോയി, ഏത് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു, എന്തിനവിടെ പോയി, എത്ര നാളായി വിദേശത്തേക്ക് പോയിട്ട്? നിങ്ങൾ ഇവിടെയാണോ അതോ വിദേശത്താണോ താമസം? ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലേ, സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്നില്ലേ, തുടങ്ങി അനവധി ചോദ്യങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസർമാർ നിങ്ങളോട് ചോദിച്ചേക്കാം. ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം അവർക്ക് ലഭിച്ചില്ലെങ്കിൽ ദീർഘനേരം നിങ്ങളെ അവരുടെ കസ്റ്റഡിയിൽ വെക്കാനും സാധ്യതയുണ്ട്. കുറ്റകൃത്യത്തിന്റെ എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ സാധിക്കുമെന്ന് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗ്രീൻ കാർഡ് കൈവശം വെക്കുന്നത് ഒരു ആനുകൂല്യമാണ്, അവകാശമല്ല എന്നാണ് CBPയുടെ എക്സ് പോസ്റ്റ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ ആവശ്യമാണ്? എന്ത് രേഖകൾ കൈവശം വെക്കണം? മുൻപ് കുറ്റകൃത്യത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ അത് പണിയാകുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഗ്രീനിൽ റെഡ് സിഗ്നലോ? എന്റെ അതിഥികൾ ഫൊക്കാന പ്രസിഡന്റും സംരംഭകനുമായ സജിമോൻ ആന്റണി, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റാൻലി ജോർജ്, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവിയർ പാലത്തിങ്കിൽ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. ശ്രീ സജിമോൻ ആന്റണി, ജൂലൈ 9 വന്ന CBPയുടെ ഒരു എക്സ് പോസ്റ്റ്, അതിൽ ചില മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് അതൊരു ആനുകൂല്യം മാത്രമാണ്, അതൊരു പ്രിവിലേജ് ആണ്, ഒരു റൈറ്റ് അല്ല, ഒരു അവകാശമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ ഒരു എക്സ് പോസ്റ്റിലൂടെ എന്ത് സന്ദേശമാണ് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനും അതേപോലെ ഇനിയും ഗ്രീൻ കാർഡ് എടുക്കാനിരിക്കുന്നവർക്കും CBP നൽകുന്നത്? ക്രിസ്റ്റിന, തീർച്ചയായിട്ടും ഗ്രീൻ കാർഡ് ഒരു പ്രിവിലേജ് ആണ്, ഒരു റൈറ്റ് അല്ല. അതാണ് അവരും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പം ഗ്രീൻ കാർഡ് ആണെങ്കിലും ഇത് തുടങ്ങിയത് വൈറ്റ് കാർഡിലാണ്. 1940 ഇത് തുടങ്ങിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അതിനുശേഷം അന്ന് ആദ്യം പ്രിന്റ് ചെയ്യുന്നത് വൈറ്റ് കാർഡിലായിരുന്നു. പിന്നെ I-151 ഫോം 151 ഫയൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഗ്രീൻ കാർഡിലേക്ക് വന്നത്. ഇനി അത് റെഡ് കാർഡ് ആകുമെന്നാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത്, ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. അത് അപ്പൊ എന്താണ് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ കിട്ടുന്നത് ഏകദേശം 13 മില്യൺ ആൾക്കാർ അമേരിക്കയിൽ ഇന്ന് ഗ്രീൻ കാർഡിലുണ്ട്. അതിൽ 1.2 to 1.3 മില്യൺ ആൾക്കാർ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. മിക്കവാറും ഉള്ള ആൾക്കാർ അവർ EB1 അല്ലെ EB2 EB3 അല്ലെ EB5 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ വെയിറ്റിംഗിൽ വരുന്നത്. സാധാരണഗതിയിലൊക്കെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ L1 അല്ലെ H1 അല്ലെ പല വിഭാഗങ്ങളിൽ വന്നിട്ട് അത് ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് പിന്നെ സിറ്റിസൺ ആയ ആൾക്കാരാണ്. അപ്പൊ അത് സാധാരണഗതിയിൽ ഒരു 3-4 വർഷം അല്ലെ 5 വർഷമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴൊക്കെ അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് 7 മുതൽ ചില കാറ്റഗറിയിലൊക്കെ 120-130 വർഷം ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ അത് ആരുടെയും കുറ്റമല്ല, കാരണം അത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാച്ച് ആവാത്ത കാരണമാണ്. കാരണം ഏകദേശം 70,000-80,000 ആണ് ഗ്രീൻ കാർഡ് അലോ ആയിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിലും 10 ഇരട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ പുറകേക്ക് പോകുന്നു. അങ്ങനെ ആ ക്യൂ ലോങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ ഞാനും നിങ്ങളും എല്ലാവരും കരുതിയിരുന്നത് ഗ്രീൻ കാർഡ് ഒരു റൈറ്റ് ആണ്. അപ്പം ഇപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ മനസ്സിലാക്കേണ്ട തെറ്റാണെന്ന് തന്നെ വേണം പറയാതെ, അതൊരു പ്രിവിലേജ് ആണ് ബേസിക്കലി. അപ്പം ആ ഒരു പ്രിവിലേജും കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ പേരൻസിനൊക്കെ അവിടുന്ന് വരികയും ഇവിടെ കുറച്ച് സമയം ഇവിടെ നിൽക്കുകയും കുറച്ച് സമയം നാട്ടിൽ പോയി നിൽക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എംപ്ലോയി വിസ ഈ L1 അല്ലെങ്കിൽ H1 ബിയിൽ വന്നതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്ത് ഗ്രീൻ കാർഡിലേക്ക് വന്ന് അത് കണ്ടിന്യൂ ആയിട്ട് ഗ്രീൻ കാർഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസിലുണ്ട്. ചില ആൾക്കാർ ബിസിനസ് കാറ്റഗറിയിലുണ്ട്. ചില ആൾക്കാർ എന്നാൽ പെർമനന്റ്ലി ഇവിടെ ഗ്രീൻ കാർഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം 6 മാസം 7 മാസവും ഒക്കെ ഇവിടെ നിന്ന് മാറി നിന്ന് ഇവിടുത്തെ ഫെസിലിറ്റികളൊക്കെ യൂസ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ഇവിടെ നിൽക്കാതിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെഗ്മെന്റിനെ ട്രിഗർ ചെയ്താണ് ഇത് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമുക്കൊരു ഗ്രീൻ കാർഡ് തന്നു, ആ ഗ്രീൻ കാർഡ് നമുക്ക് വേണ്ടെങ്കിൽ ആ ഗ്രീൻ കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തുകൂടെ എന്നുള്ളൊരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനോടൊപ്പം എന്നുകൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്താണ് നമുക്ക് ഇപ്പൊ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണ പറഞ്ഞു പോണ
കണക്ക് തന്നെ ഒന്ന് നമ്മൾ ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ വീക്കാണ്, നമ്മൾ വളരെ ലേസിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതൊരു ഈസി ഈഗോ ആയിട്ട് എടുക്കും അത്. അപ്പൊ ആ ഒരു പ്രവണത മാറ്റിയിട്ട് നമ്മുടേതായ നല്ല ഡോക്യുമെന്റുകൾ, മീൻസ് ഡ്രൈവർ ഐ ഡിയുടെ ഇത് ഡോക്യുമെന്റുകളൊന്നും എക്സ്പയർ ആയിട്ടില്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക, പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, നമ്മുടെ കയ്യിൽ ടാക്സ് റിട്ടേണിന്റെ കോപ്പി കീപ്പ് ചെയ്യുക, നമ്മുടെ സാലറി സ്ലിപ്പ് കീപ്പ് ചെയ്യുക. നമുക്ക് മറ്റു ഡോക്യുമെന്റ് ഇവിടെ വസ്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാടകയ്ക്കാണ്, ലീസ് ആണെങ്കിൽ അങ്ങനെ ഡോക്യുമെന്റ് കീപ്പ് ചെയ്യുക. അത് സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റെക്കമെൻഡബിൾ ആണ് ഈ ഒരു അവസരത്തിൽ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ബി ഓണസ്റ്റ്. പലപ്പോഴും നമ്മൾ വെറുതെ ചില കള്ളങ്ങൾ അല്ലെ തെറ്റിദ്ധാരണകൾ അറിഞ്ഞോ അറിയാതെ പറയാറുണ്ട് അവർ ചോദിക്കുമ്പം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആധുനിക ലോകത്തിൽ നമ്മൾ അവരുടെ മുന്നിൽ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ DNA അവരുടെ മുന്നിലുണ്ട്. കമ്പ്യൂട്ടറിൽ 2 ബട്ടൺ കുത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും അവർക്കുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് നേരത്തെ IRSന്റെ ഒക്കെ ഡേറ്റ ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് അല്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് IRS ഡേറ്റ പോലും ഈ ഇമിഗ്രേഷനുമായിട്ട് ലിങ്ക് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം നമുക്ക് പറയാനുള്ളത് ബി ഓണസ്റ്റ്. നമ്മൾ പറയാനുള്ള ആൻസറുകൾ സത്യസന്ധമായിട്ട് പറയുക. ഇതൊരു നോർമൽ പ്രൊസീജിയർ ആണ് എന്ന് കരുതി നമ്മൾ കരുതലോടുകൂടി ആൻസർ പറയുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് എനിക്ക് പറയാനുള്ളത് അൺനെസസറി ആയിട്ടുള്ള ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും പേപ്പറിനകത്ത് ചെറുതോ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പകരം ധൃതി പിടിച്ച് അൺനെസസറി ട്രാവലുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പം ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറകിൽ പോകുന്നതിനേക്കാൾ ഭേദം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പേപ്പേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളത്. നാലാമത്തേത് എന്ന് എനിക്ക് പറയുന്നത് വളരെ തുച്ഛമായ നമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പം. പക്ഷെ നമുക്ക് ഗ്രീൻ കാർഡ് ആവശ്യമില്ലെങ്കിൽ സറണ്ടർ ഇറ്റ്. ആ ഒരു നമ്പർ അവരുടെ അടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളത്. ഞാൻ ആരോട് സറണ്ടർ ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ചില കേസ് കെട്ടുകളിലൊക്കെ ചിലപ്പം ഗ്രീൻ കാർഡ് വന്നിട്ടാൽ ഇവിടുന്ന് ഉള്ള ബെനിഫിറ്റുകൾ എടുത്തുകൊണ്ടിട്ട് ഇപ്പൊ നാട്ടിലൊക്കെ പോയിട്ട് 6 മാസം 8 മാസം 9 മാസം അവർക്ക് ലിറ്ററലി അതിന്റെ ആവശ്യമില്ല എങ്കിൽ അത് സറണ്ടർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് എനിക്ക്. ഏതായാലും ഇപ്പോഴത്തെ ഗ്രീൻ കാർഡ് കൃഷ്ണന് മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ ഒരു റൈറ്റ് അല്ല, ഇതൊരു പ്രിവിലേജ് ആണ്. ഒരു പ്രിവിലേജ് എന്ന് പറയുമ്പോൾ നമ്മളത് കരുതലോടെ ഉപയോഗിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. പിന്നെയുള്ളത് നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ വന്നു കഴിയുമ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഒന്ന് ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ പക്വതയോട് കൂടി അല്ലെ പാകത്തോടു കൂടി ചെന്ന് അവരെ അഭിമുഖീകരിക്കേണ്ടതായിരിക്കണം എന്നുള്ളതുണ്ട്. കാരണം നമ്മൾ റൈറ്റ് ആണ് ആയിട്ട് സംസാരിക്കുമ്പം ഗ്രീൻ കാർഡ് നമ്മുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു ടോണും അതൊരു പ്രിവിലേജ് ആണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആ ഒരു ടോണും തമ്മിൽ ഒരു വ്യത്യാസം വേണം എപ്പോഴും. അപ്പൊ ഇങ്ങനെയുള്ള കരുതലുകൾ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊരു എന്താ പറഞ്ഞ ഒരു ചിന്തയ്ക്ക് ഒരു തിരികൊളുത്തുന്ന ഒരു സംഭവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം ഓവറോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഇമിഗ്രന്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് എല്ലാ കോർണറിൽ നിന്ന് വരുന്നത്. ഇപ്പം നമ്മൾ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അത് ഒരു സൈഡിൽ നടക്കുന്നു. ഇവിടെ നമ്മൾ പിന്നെ H1Bയുടെയും H1 അങ്ങനത്തെ ടെമ്പററി വിസയുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അടുത്ത ലെയറിലേക്കാണ് വരുന്നത് ഇപ്പൊ ഈ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പം പല സംഭവങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിൽ പോലും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കേസോ വഴക്കോ ഡിസ്പ്യൂട്ടോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജഡ്ജ്മെന്റ് നമുക്കെതിരെ വരുമോ, എന്തെങ്കിലും ഒരു കാർ ആക്സിഡന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി കടന്നു പോകുന്നത്. അത് ഇന്ത്യക്കാർ അല്ലെ മലയാളികളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അത് ജാതി വർഗഭേദമെന്ന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മുമ്പേ പറഞ്ഞു കണക്ക് തന്നെ 13 മില്യൺ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ 1.3 മില്യൺ ഏകദേശം 10% നമ്മുടെ ആൾക്കാർ അല്ലെ ഇന്ത്യക്കാരുള്ളത്. അപ്പം ഈ 13 മില്യൺ ആൾക്കാർക്കും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഈ ഒരു ഗ്രീൻ കാർഡിന്റെ സ്ഥിതിഗതികൾ എന്നാണ് ക്രിസ്ത്യൻ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ. ഇപ്പോൾ ചെറിയൊരു ആരോഗ്യ പ്രശ്നം കുറച്ച് നാളുണ്ടായിരുന്നു. വിൻസെന്റ് ആ ഒരു തീപാറുന്ന വാക്കുകളും ആ സാന്നിധ്യവും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ മിസ് ചെയ്തു. എന്തായാലും ബാക്ക് ടു പവർ. നമുക്കിനിയും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻട്രി ചെക്കുകളുടെ സമയത്ത് ഒരു B1 B2 വിസ ഹോൾഡറെയോ അല്ലെങ്കിൽ I വിസ ഹോൾഡറെയോ അല്ലെങ്കിൽ ഒരു J1 വിസ ഹോൾഡറെയോ ഒക്കെ കണക്കാക്കുന്നത് പോലെ തന്നെയാണ് ഗ്രീൻ കാർഡ് ഹോൾഡറെയും കണക്കാക്കാൻ പോകുന്നത് എന്നൊരു ധ്വനിയുണ്ടോ ഇതിൽ? അങ്ങനെ ഒരു ധ്വനിയില്ല. ഗ്രീൻ കാർഡാണ്. H1 വിസയാണ്. B1 വിസയാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് സജിമോൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പ്രാക്ടിക്കലായിട്ടുള്ള നമ്മളിതിന് ഈ പല വിസയിലുള്ളവരും ഗ്രീൻ കാർഡ് ഉള്ളവരും എന്താണ് അതിന്റെ ഡിഫറൻസ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എയർപോർട്ടിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് സജിമോൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊരു ഇതിന്റെ കൂടുതൽ സജിമോനോട് എനിക്ക് കൂടി ഒരു ഡിസഗ്രിമെന്റേ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ഇത് ഇമിഗ്രന്റ് ഫ്രണ്ട്ലി അല്ല എന്ന ഒരു വാദം ഇതിനകത്ത് സജിമോൻ പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്.
I don't see anything immigrant friendly or immigrant unfriendly. What I see is considering all these aspects in a legal framework. സജിമോൻ തന്നെ പറഞ്ഞു, ഇത് പ്രിവിലേജ് അല്ല, ഇതൊരു റൈറ്റോ അല്ല, ഇതൊരു പ്രിവിലേജ് ആണ് എന്ന് നമ്മൾ എഗ്രി ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഞാൻ 10-400 പേരെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് വെച്ചുകൊണ്ടി കൊണ്ടുവന്ന് ഒത്തിരി പേർക്ക് ഗ്രീൻ കാർഡ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയറാണ്. ഞാൻ ഈ ഗ്രീൻ കാർഡ് എടുത്തവർ ഗ്രീൻ കാർഡിൽ കണ്ടിന്യൂ ചെയ്തപ്പോഴെല്ലാം ഞാൻ പറഞ്ഞൊരു അഡ്വൈസ് ഉണ്ട് അവരോട്, പ്ലീസ് ബിക്കം സിറ്റിസൺ ഇഫ് യു ആർ പ്ലാനിംഗ് ടു ബിക്കം സിറ്റിസൺ, ഇൻക്ലൂഡിംഗ് ടു മൈ കസിൻ. ഇഫ് യു ആർ പ്ലാനിംഗ് ടു ബിക്കം സിറ്റിസൺ, ബിക്കോസ് ദാറ്റ് ആ സിറ്റിസൺഷിപ്പ് പ്ലഡ്ജ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ മൂവ്മെന്റ് ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഇന്ത്യയുടെ ഭയങ്കര ഒരു വക്താവാണ് എപ്പോഴും. ഇന്ത്യ അമേരിക്ക ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒത്തിരി വാദിക്കുന്ന ഒരാളാണ്, പണ്ട് തുടങ്ങി അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ ആ കൈപൊക്കി ഞാൻ ഇന്ന് തുടങ്ങിയ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്, എൻ്റെ ലോയൽറ്റി രാജ്യത്തിനോടാണെന്ന് പറയുന്നത് ഇതൊരു പോവാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതിനുള്ളൊരു സ്റ്റെപ്പായിട്ടേ നമ്മൾ ഗ്രീൻ കാർഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഗ്രീൻ കാർഡിനെ കാണാവുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ എംപ്ലോയേഴ്സിനോടും എൻ്റെ കസിൻസിനോടും എൻ്റെ റിലേറ്റീവ്സിനോടും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഈ ഗ്രീൻ കാർഡിൽ ഇരുന്ന് ഗ്രീൻ കാർഡിന്റെ കാര്യങ്ങൾ ആസ്വദിക്കുക, ഇന്ത്യയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള റൈറ്റിന് വേണ്ടി ഗ്രീൻ കാർഡ് കൺസിഡർ ചെയ്യുക, സിറ്റിസൺഷിപ്പ് എടുക്കാതെ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച്. നമ്മൾ ഏതായാലും നമുക്ക് ഒരു സ്ഥലത്ത് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്രയും വേഗം സിറ്റിസൺ ആവുക. That's the thing that you have to do if you consider this is your country. അപ്പൊ അമേരിക്കയോടുള്ള ഇതാണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സജിമോൻ പറഞ്ഞതല്ലാതെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. ഈ നമ്മൾ ദുബായിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പോലെ അല്ല അമേരിക്കയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നതും നമ്മൾ ഗ്രീൻ കാർഡ് എടുക്കുന്നതും സിറ്റിസൺഷിപ്പ് എടുക്കുന്നതും. ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് വേറൊരു രാജ്യത്തിന് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ആവാം, ബ്രൗൺ ആവാം, ജാതി വേറെ ആവാം, എന്തും ആവാം. പക്ഷെ നമ്മളൊരു രാജ്യത്തിനോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് പാതയിലേക്ക് പോകുമ്പോൾ. അതിനിടയിൽ നിന്നുകൊണ്ടുള്ള ഒരു കളി, ഈ രണ്ടു വഞ്ചിയിലും കാല് വെച്ചുകൊണ്ടുള്ള ഒരു കളി, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളിയാണ്. ബി ലോയൽ ടു ദ കൺട്രി ദാറ്റ് ഈസ് ഗിവിംഗ് യു എവറിഥിങ്. ഇവിടെ നല്ലതായതുകൊണ്ടാണല്ലോ നമ്മളോട് ഗ്രീൻ കാർഡിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വയസ്സായ ആൾക്കാരുടെ കാര്യം എടുക്കുക, അവരുടെ പലരോട് വരുന്നു, ഇവിടെ നിന്നുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റും മേടിക്കുന്നു, സ്റ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു മാസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ സിസ്റ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പം നമ്മളുടെ ഇന്ത്യൻ പാരന്റ്സിന്റെ ഇടയിൽ ഇല്ലാത്തൊരു പ്രശ്നമായിരിക്കാം. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വളരെ അണ്ടർ ഡെവലപ്ഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും അണ്ടർ ഡെവലപ്ഡ് അല്ല. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ. പക്ഷെ അവരുടെ പാരന്റ്സ് ഇവിടെ വന്നിട്ട് ദേ സ്റ്റേ ഹിയർ ആൻഡ് ദേ completely hate America in so many respects, and they teach the grandchildren against America by staying here. So ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഇത് നമുക്ക് ഇതല്ല നമ്മുടെ ഫിലോസഫി വേറെയാണ്, നമ്മളുടെ രീതികൾ വേറെയാണ് എന്ന് ഇവിടെ ജനിച്ചു വളർന്ന ഗ്രാൻഡ് കിഡ്സിനെ പഠിപ്പിക്കുക. ആൻഡ് ആ ഗ്രാൻഡ് കിഡ്സ് ഇവിടെ സിറ്റിസൺസ് ആണ്. അപ്പൊ ഇതെല്ലാം മാറണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർ കാര്യമായിട്ടൊരു വിചിന്തനം നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ പോകുന്നത് അവിടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അവിടുത്തെ സിസ്റ്റമാണ് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയത്. അവിടുത്തെ സിസ്റ്റമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിനോടുള്ള താല്പര്യപ്രകാരം ഗ്രീൻ കാർഡ് ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് സിറ്റിസൺഷിപ്പ് ആയിട്ട് കണ്ട് എല്ലാവരും സിറ്റിസൺസ് ആവുക, എത്ര പ്രായമായവരാണെങ്കിലും. ദെൻ ആ അമേരിക്കൻ രാജ്യത്തിനോടുള്ള ഒരു ആഭിമുഖ്യം കാണിക്കുക ഏത് ഡിസ്കഷൻസിലും. ആ ഒരു വികാരപരമായ ഒരു അംശം അത് എസ്പെഷ്യലി ഈ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയിൽ കാണാതായിട്ട് കുറച്ച് നാളായി. ഞാനൊക്കെ ഇതിനുവേണ്ടി പറയുമ്പോൾ ഉടനെ നമ്മൾ സായിപ്പിന്റെ ചെരുപ്പ് നക്കികളാവുന്നു, നമ്മൾ അങ്കിൾ ടോം ആവുന്നു, ഇങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ രാജ്യം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം, ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ടിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഗ്രീൻ കാർഡ് ഈ സിറ്റിസൺഷിപ്പിന്റെ എല്ലാ ബെനിഫിറ്റ്സും ഉപയോഗിക്കുകയും ഈ രാജ്യത്തിനോട് ലോയൽറ്റി ഇരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവന്യൂ ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. ട്രംപ് ഇമിഗ്രേഷനെതിരല്ല, പക്ഷെ ട്രംപ് അമേരിക്ക ഫ്രണ്ട്ലി ഇമിഗ്രേഷൻ ആണ് ട്രംപ് പറയുന്നത്. ഇവിടെ ഇമിഗ്രന്റ് ആവാൻ വരുന്നവർക്ക് എത്രയും വേഗം ഗ്രീൻ കാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർ എത്രയും വേഗം അവർക്ക് ഗ്രീൻ കാർഡ് അവൈലബിൾ ആക്കുക. അവർക്ക് ഈ രാജ്യത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും വേഗം ഗ്രീൻ കാർഡ് കിട്ടട്ടെ, എത്രയും വേഗം സിറ്റിസൺഷിപ്പ് കിട്ടട്ടെ. ഇവിടെ അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവട്ടെ, കമ്പനി തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. അതാണ് ട്രംപ് ആഗ്രഹിച്ചത്, ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നതും. ഇപ്പോഴും ട്രംപ് H1 വിസയ്ക്ക് എതിരല്ല, ട്രംപ് H1 വിസയിലെ ഫ്രോഡിനാണ് എതിരെ. ട്രംപ് ഗ്രീൻ കാർഡിനെതിരല്ല. ഗ്രീൻ കാർഡ് ഒരു സ്റ്റെപ്പ് ടുവേർഡ് സിറ്റിസൺഷിപ്പ് ആയിരിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കാണേണ്ടത് ഒരു ഇമോഷണൽ ആയിട്ടല്ല കാണേണ്ടത്.
നമ്മളോട് എങ്ങനെ പെരുമാറണം. ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ പെരുമാറണമെന്ന് ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയും കൺസിഡർ ചെയ്യുക ഒരു ഇന്ത്യൻ ഇമിഗ്രന്റ് എന്നുള്ള രീതിയിൽ. ഇതൊരു വികാരപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇപ്പൊ പല ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യുന്നു. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ആൻസർ സജിമോൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡു. കീപ് ഓൾ ദ പേപ്പർ വർക്ക് ക്ലീൻ. Make sure that you don't show an attitude of privilege or a right. You be considerate. Understand that the authorities, the officials are doing their job. I have to cooperate and don't tell lies. സജിമോൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ബി വെരി ഫ്രാങ്ക്, വെരി ഓപ്പൺ. അപ്പൊ ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇമോഷണൽ ആയിട്ടും വി ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് വാട്ട് എക്സാക്ട്ലി വി വാണ്ട് ഫ്രം ദിസ് കൺട്രി. ഓക്കെ, ശ്രീ സ്റ്റാൻലി ജോർജ്, പലപ്പോഴും ഒരു ഗ്രീൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ലൈക്ക് സിറ്റിസൺഷിപ്പ് എന്നാണ് പലരും കരുതുന്നത്. അപ്പോൾ ഒരു സിറ്റിസൺഷിപ്പ് പോലെയാണ്, സ്ഥിരതാമസത്തിനുള്ള ഒരു കാർഡാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും തമ്മിൽ ഒരു നേരിയ നൂൽപ്പാലത്തിന്റെ വിടവ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവരുണ്ട്. അത് ഇനി അങ്ങനെ കരുതാൻ സാധിക്കുമോ? ക്രിസ്റ്റീന, ഇത് അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഭേദഗതി നിയമങ്ങളുണ്ട്. അപ്പൊ 1790 ആരംഭിച്ചാണ് ഈ കുടിയേറ്റ നിയമങ്ങൾ ശരിക്കും. പിന്നെ അത് 1882 1990 1965 അത് കുടിയേറ്റ നിയമം വ്യാപകമായിട്ട് നാച്ചുറലൈസേഷൻ ആൻഡ് ഇമിഗ്രേഷൻ, നാഷണലിസം ഇതെല്ലാം നമ്മൾ ചേർത്ത് 90 അത് കൂടുതൽ ഭേദഗതി ചെയ്ത് വളരെ വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഒത്തിരി നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നിയമങ്ങളാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. ഇവിടെ ഒരു ഭരണകൂടം വിചാരിക്കുന്ന കാര്യമല്ല. ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയാണ് നടപ്പാക്കുക എന്നുള്ള നിയമം. കാരണം കഴിഞ്ഞ പല സർക്കാരുകളും നടപ്പാക്കാനും പഠിച്ചതുമായിട്ടുള്ള പല നിയമങ്ങളും ഈ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് ഈ രാജ്യശ്രദ്ധ അല്ലെങ്കിൽ ലോകശ്രദ്ധ ഉണ്ടായതിന്റെ കാരണം. അല്ല, ഇത് പുതിയൊരു കാര്യമല്ല, ഈ നിലവിലുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു പ്രിവിലേജ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ കാർഡുകാർക്ക് റൈറ്റ്സ് ഉണ്ട്. എന്താ റൈറ്റ്സ്? ആജീവനത കാലം ഇവിടെ ജോലി ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാം ജീവിതകാലം മുഴുവൻ. പിന്നെ ഇവിടെ ഈ അമേരിക്കൻ ഭരണഘടന നമുക്ക് നൽകുന്ന എല്ലാ പരിരക്ഷയ്ക്കും എല്ലാ ഗ്രീൻ കാർഡുകാരനും അവകാശമുണ്ട്. അപ്പൊ നമുക്കിവിടെ വളരെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പൗരന്മാരെ പോലുണ്ട്. എന്താണ് നമുക്കില്ലാത്ത അവകാശങ്ങൾ? ഗ്രീൻ കാർഡുകാർക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓഫീസ് ഹോൾഡ് ചെയ്യാനോ ഉള്ള അവകാശങ്ങളില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആനുകൂല്യങ്ങൾ ഇപ്പൊ നമുക്ക് ഗ്രീൻ കാർഡുകാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, മെഡിക്കെയർ ഉണ്ട്, ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടുന്നുണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ഹെൽപ്പ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വോട്ട് ചെയ്യാനും അല്ലെ ചില ഫെഡറൽ ആനുകൂല്യങ്ങൾ മാത്രമാണ് നമുക്കില്ലാതായിരിക്കുന്നത്. അപ്പം ഇത്രയും ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്താനുള്ള ഉത്തരവാദിത്തം കൂടെ ഗ്രീൻ കാർഡുകാർക്കുണ്ട്. ഇത് വെറുതെ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞാലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ കുടിയേറ്റ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന പിന്നെ പാലിക്കാനുള്ള നിയമങ്ങളുണ്ട്. അതായത് 6 മന്ത് റൂള്, അത് പ്രധാനപ്പെട്ട റൂളാണ്. അപ്പൊ 6 മാസത്തിനപ്പുറത്ത് ഈ രാജ്യത്തു നിന്ന് പുറത്തുപോയി താമസിക്കാൻ പാടില്ല. കാരണം ഇവിടെ താമസിക്കുന്ന ഒരാൾ 6 മാസം പുറത്തു പോയാൽ അവർ ചോദിക്കും, നീ ഇവിടെ അമേരിക്കയിലാണോ താമസിക്കുന്നത്, അവിടെയാണോ താമസിക്കുന്നത്, ഇന്ത്യയിലാണോ അല്ലെങ്കിൽ ചൈനയിലാണോ? ഈ ചോദ്യം ന്യായമാണ് അല്ലെ? അപ്പൊ ഇവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗ്രീൻ കാർഡ് ഉപയോഗിച്ച് മാസക്കണക്കിന് 6 മാസം കൂടുതൽ താമസിക്കുന്നവർക്കാണ് ഈ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അവരെ ചോദ്യം ചെയ്യും, എന്തിനു പോയി, എവിടെ പോയി ചോദിക്കാം. കാരണം അവരിവിടെ താമസിച്ച് ഇവിടെ ടാക്സ് കൊടുക്കുകയും ഇവിടെ ഈ അമേരിക്കൻ ബിസിനസിന്റെ ഭാഗമാകുകയും അമേരിക്കൻ എക്കോണമിയുടെ ഭാഗമാകുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഈ നിയമത്തിന്റെ ഒരു നിഷ്കർഷിച്ചിരിക്കുന്നതാണ്. പിന്നെന്താണ്, ഗുരുതരമായ കുറ്റകൃത്യപ്പെടാതിരിക്കുക. ഇപ്പൊ തന്നെ സീരിയസ് ഫെലണീസ് നമുക്ക് ഇത് ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെടാം, നാട് കടത്തപ്പെടാം. പിന്നെ മാരകമായിട്ടുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗമോ അതിന്റെ ട്രാഫിക്കിങ്ങോ അതിൽ പെടാതിരിക്കുക. പിന്നെ അമേരിക്കൻ ജനാധിപത്യ സർക്കാരിനെ അംഗീകരിക്കുക. കാരണം ആ ഒരു സംവിധാനത്തിന്റെ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്, അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് അർത്ഥമില്ല. വോട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, ഡെമോക്രാറ്റിക് സംവിധാനത്തെ അനുകൂലിക്കണം. ഒരു ടെറർ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല, അതിന്റെ ഭാഗമാകാൻ പാടില്ല. അതുപോലെ ഇമിഗ്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മറച്ചു വെച്ചിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം. അത് ഏത് സമയത്തും നമ്മുടെ റദ്ദാക്കാനും നാട് കടത്തപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ എമിഗ്രേഷൻ ഫ്രോഡാണത്. നമ്മളിപ്പം സത്യം പറയുക, നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ, കമ്മ്യൂണിസ്റ്റ് അനുഭവം ഉണ്ടോ, ഞാൻ ഹമാസിന്റെ അനുഭാവിയാണോ, ഞാൻ അമേരിക്ക ബാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഘടനകളിൽ അംഗമാണോ, അനുഭാവി, അതൊക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയില്ലെങ്കിൽ നാളെ അത് വ്യാജം നമ്മൾ പറഞ്ഞ് ഗ്രീൻ കാർഡ് വാങ്ങിച്ചു അല്ലെ പൗരത്വം വാങ്ങിച്ചു
പിന്നീട് അത് അറിഞ്ഞാൽ, അത് കണ്ടുപിടിച്ചാൽ അതിന് ഇത്ര വർഷമൊന്നുമില്ല, ഏത് സമയത്തും നമ്മൾ പുറത്താക്കാം. 50 വർഷം കഴിഞ്ഞാൽ നമ്മൾ പുറത്താക്കാം. അതാണ് അമേരിക്കൻ ഭരണഘടന പറയുന്നത്, അതാണ് കുടിയേറ്റ നിയമം പറയുന്നത്. പിന്നെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിൻസെന്റ് പറഞ്ഞ പോലെ തന്നെ ഇത് പൗരത്വത്തിലേക്കുള്ള ഒരു പടിയാണ്. ഒരു പടി കഴിഞ്ഞാൽ പൗരത്വമാണ്. 5 വർഷം ഇവിടെ താമസിച്ചാൽ മതി. മര്യാദയ്ക്ക് താമസിച്ച് ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കുക, വരുമാനം സാക്ഷ്യപ്പെടുത്തുക. 5 വർഷം കഴിയുമ്പോൾ അമേരിക്കൻ പൗരന്മാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അതിന്റെ എല്ലാ ശക്തിയോടും കൂടി കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട്. അതാണ് ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സജിമോൻ ആന്റണി, മത്തായി 22:37 പറയുന്നുണ്ട്, യേശു ഒരാളിനോട് പറയുന്നതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ വിൻസനും പറയുന്നത് അതാണ്, അമേരിക്കയെ നിങ്ങൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. മനമങ്ങ് മിഴിയിങ് എന്നുള്ള ഒരു പോളിസി വേണ്ട. ഞാൻ ഇവിടെയാണ് എൻ്റെ ശരീരം, എന്നാൽ എൻ്റെ മനസ്സ് മുഴുവൻ അങ്ങ് ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ കാനഡയിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്, ഏത് രാജ്യമാണോ അവരുടെ മദർ കൺട്രി അവിടെയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. പൗരത്വത്തിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? എല്ലാവരും തന്നെ ഗ്രീൻ കാർഡുള്ള എല്ലാവരും തന്നെ എന്തുകൊണ്ട് പൗരത്വത്തിലേക്ക് പോയിക്കൂടാ എന്നൊരു ചോദ്യമാണ് വിൻസൻ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണ, മുമ്പേ വിൻസെന്റ് പറഞ്ഞതിനോട് ഒരു പരിധിവരെ എല്ലാ കാര്യത്തിലും യോജിക്കുന്നു. എന്നാൽ ലാസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസിനോട് ഞാൻ യോജിക്കത്തില്ല വിൻസെന്റ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. ഇപ്പോഴത്തെ ഒരു ഇമിഗ്രന്റ് പോളിസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സിംപതി ആൻഡ് എംപതി ആൻഡ് കൺസിഡറേഷൻ. അത് നമ്മൾക്ക് എല്ലാവരും 100% പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ മേ ബി അല്ല. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിമീൻ ചെയ്ത് പറയുകയല്ല. അപ്പൊ ആ ഒരു ഫാക്ടർ അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു, അത് എവിടെയോ പോയി. പിന്നെ രണ്ടാമത് ക്രിസ്ത്യന് പറഞ്ഞ സെന്റൻസ് ഞാൻ റീകോട്ട് ചെയ്യാണ്. ഇറ്റ് ഈസ് ഗ്രീൻ കാർഡ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സിറ്റിസൺഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് എ സിറ്റിസൺഷിപ്പ്. യെസ്, കറക്റ്റ് ആണ്. ഗ്രീൻ കാർഡ് ആണ് സിറ്റിസൺഷിപ്പ് ആണ്. നമുക്ക് ലാഘൂകരിച്ച് പറയാം അതിനെ. നമുക്ക് വോട്ട് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പാണ്, പക്ഷെ അടുത്ത ഒരു സ്റ്റെപ്പ് വലിയൊരു ഹ്യൂജ് സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ വിൻസനും സ്റ്റാൻലിയൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് ഈ പറഞ്ഞ 13 മില്യൺ ആൾക്കാർ ഇവിടെ ഗ്രീൻ കാർഡ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അവർ എലിജിബിൾ ആണെങ്കിൽ ദേ ഹാവ് ടു ഗോ ആൻഡ് അപ്ലൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. അല്ലാണ്ട് അക്കരെ പച്ച എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിനകത്ത് വളരെ ബുദ്ധിമോശമാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഇത് രണ്ടാമത് വേറൊരു കാര്യത്തിലൂടെ എനിക്കൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. വിൻസെന്റ് പറഞ്ഞപ്പം ഒരു മജോറിറ്റി ആൾക്കാർ ഒരു ഫ്രോഡ് ചെയ്ത് അല്ല അങ്ങനെ ഒരു ടോണിലാണ് വരുന്നത്, വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. അതെ, എക്സെപ്ഷൻ ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ മീഡിയ എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പിക്ക് ചെയ്ത് അവരൊരു ഫ്രോഡ് ചെയ്തു, ഇവിടെ ഒരു ഫ്രോഡ് ചെയ്യുന്നത്. അപ്പൊ 100 പേരുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം അല്ലെ ഡേറ്റ പറയുന്നത് 95 അല്ല 98 കറക്റ്റ് ആണ്, 2-3 ഒക്കെ ഫ്രോഡ് വരും. ഞാൻ അതിനെ സുവിശേഷത്തിന് വേറൊരു ഇതായി ചെയ്യാണ്. നമ്മൾ വിത്ത് വിതയ്ക്കുമ്പം ചിലതൊക്കെ നല്ല ഭാഗത്ത് വരും, ചിലതൊക്കെ ഇച്ചിരി കരയിൽ വീഴും, ചിലർ പാറയ്ക്കകത്ത് വീഴും, അല്ലെങ്കിൽ ചിലത് ഇച്ചിരി കാക്ക് കൊത്തിക്കൊണ്ട് പോകും. അപ്പൊ അത് ഏത് സിസ്റ്റം ആണെങ്കിലും, ഏത് പോളിസി ആണെങ്കിലും, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, അത് ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി 100% പെർഫെക്റ്റ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി 100% പെർഫെക്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. അപ്പൊ ആ ഒരു പിഴവാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ആ പിഴവിനെ പറഞ്ഞുകൊണ്ടിട്ട് മറ്റ് 90% ആൾക്കാരെയും ഒരു വേറൊരു രീതി കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എമ്പതി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു സിമ്പതി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ഇല്ലായ്മ എന്നുള്ളത് കറക്റ്റ് അല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 2 പ്രാക്ടിക്കൽ എക്സാമ്പിളോടെ എനിക്ക് റീസെന്റ് ഷെയർ ചെയ്യാൻ പറ്റും. ഓണസ്റ്റ്ലി, എൻ്റെ മദറിലൂടെ അവർ 2008 അദ്ദേഹം ഇവിടെ വന്നിരുന്നു. മമ്മി അന്ന് നമ്മൾ ഫയൽ ചെയ്തില്ലായിരുന്നു. എന്നാൽ രണ്ടാമത് ഇത്തവണ വന്നപ്പോഴാണ് ഫയൽ ചെയ്തപ്പം സാധാരണഗതിയിലൊക്കെ ഒരു 8 മാസം അല്ലെ 9 മാസം കൊണ്ടൊക്കെ ആകുന്നതായിരുന്നു. എന്നാൽ ഇത്തവണ അത് ഏകദേശം 13-14 മാസത്തോളം എടുത്തു എന്നുള്ളതാണ് ഒരു ഡിലേ പ്രോസസ്സോടെ വരുന്നത്. എന്തുകൊണ്ടാണ് ഡിലേ വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് ഞാൻ നോട്ട് ചെയ്തത്, പണ്ട് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 65 അല്ലെങ്കിൽ 70 ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇന്റർവ്യൂ അല്ലെ അങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ അവർ വേവ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ദർ ഇസ് നോ മോർ വേവേഴ്സ്. നമ്മൾ എല്ലാ കടമ്പുകളും എത്ര പ്രായമാണെങ്കിലും എങ്ങനെ ആണെങ്കിലും അത് കടന്ന് മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്നുള്ള ഒരു കാര്യം വന്നു. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, ദർ ഇസ് ലാക്ക് ഓഫ് എംപതി ആൻഡ് ദർ ഇസ് ലാക്ക് ഓഫ് സിംപതി ഈ ഒരു പോളിസിക്കകത്ത് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. മൂന്നാമത് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഒരു കുറ്റം എന്ന് പറയുന്നത്, നമുക്കൊരു വണ്ടിയുടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. 2-3 കുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെററിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെ പോളിസിയെ ടോട്ടലി നിഷ്കരിക്കുന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളൊരു ക്രിമിനലാണ്, സിവിൽ ലോ അല്ലെങ്കിൽ ക്രിമിനൽ ലോ തരത്തിലുള്ള ഒരു കേസുകളൊക്കെ ഉണ്ട് എന്നെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ചില സമയത്ത് നമ്മൾ അറിയാതെ പോയി പെടുന്ന ചില എന്തെങ്കിലും പൊല്ലാപ്പുണ്ടെങ്കിൽ, അതൊരു കേസായിട്ട് നമുക്ക് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് വരും. നേരത്തെ സിറ്റുവേഷനകത്ത് ഒരു എംപതിയും സിമ്പതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് അവനെ ആ ഒരു രീതിയിൽ അവരെ കാണുമായിരുന്നു. എന്നാൽ ഇപ്പം അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാണുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാനഡയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സ്റ്റോറിയൊക്കെ 2015 എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 2-3 ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഒരു വാനിൽ പോയിട്ട് ഒരാളെ അവിടുന്ന് തിരിച്ചുവിട്ട ചരിത്രമുണ്ട്, എൻ്റെ കൂടെ വന്ന ഒരാളെ. അപ്പം അദ്ദേഹത്തിന്റെ പേപ്പർ കറക്റ്റ് അല്ലായിരുന്നു എന്നുള്ളായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അകത്ത് കയറി അവരോട് സംസാരിക്കാനും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു.
എന്നാൽ അദ്ദേഹത്തെ കയറ്റിയില്ല എന്നുള്ള സത്യമാണ്. പിന്നെ ഞങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് ഡിന്നർ കഴിക്കാനും ലഞ്ച് കഴിക്കാനും തിരിച്ച് US സൈഡിൽ വന്നിട്ട് അവരോടൊപ്പം ലഞ്ചും ഡിന്നറും കഴിച്ച് തിരിച്ച് കാനഡയിൽ പോയി അങ്ങനെ 4 ദിവസം സ്പെൻഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതോ ഒരു ആക്സിഡന്റിൽ പെട്ട ഒരു ഫാമിലി തിരിച്ച് കാനഡയിൽ പോയി വിസിറ്റ് തിരിച്ചു വന്നപ്പം ആ ഒരു കേസിനെ പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരികയും അവരെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പൊ അതിന് ഞാനൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്. അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക്, ഇമിഗ്രേഷൻ ഓഫീസർക്ക്, അത് നമ്മൾ വന്നാലും ആര് വന്നാലും പ്രോപ്പർ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിനൊരു നമ്മൾക്ക് അതിന്റെ ആൻസർ കൊടുക്കാനും ഒരു ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതെ, എന്തായാലും ഈ ക്രിമിനൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആ ഹിസ്റ്ററി എത്രത്തോളം ബാക്കിൽ പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അത് പെട്ടെന്നുള്ള ഒരു സാഹചര്യമാണല്ലോ. ഇതുവരെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തി വളരെ പെട്ടെന്ന് പോകുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ അവർ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് അമേരിക്ക പറയുന്നു. എന്ന് തന്നെയായാലും അതങ്ങനെ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. വളരെ നന്ദി. സമയപരിമിതി മൂലം ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സജിമോൻ ആന്റണി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ ആൻഡ് ശ്രീ സ്റ്റാൻലി ജോർജ്. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ ദേശീയ സുരക്ഷ ഉറപ്പിക്കാൻ ആണോ അതോ കുടിയേറ്റ നിയന്ത്രണത്തിനായാണോ ഈ ഒരു പുതിയ നയം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ഉത്തരം കിട്ടാൻ നമ്മൾ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ വരുന്നവർ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. പുതിയ വീസകൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നവർ കൂടുതൽ സോഷ്യൽ മീഡിയ ഡിക്ലറേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തരെയും ബാധിക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.